മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കുറെ അധിക ദിവസങ്ങളായി വൈജയന്തി ഭയങ്കര ടെൻഷനായിരുന്നു. അലീന പറഞ്ഞ ആ വാക്കുകൾ അവളുടെ കാതിൽ ഒരു വണ്ട് പോലെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിച്ചൊരുത്തന്റെ കൂടെ ജീവിതം അങ്ങ് തുടങ്ങിയതല്ലേ എന്ന അലീനയുടെ ആ ഒരു ചോദ്യം അവളുടെ നെഞ്ചിലങ്ങ് വലിയ തീക്കനലായി തന്നെ കിടന്ന് എരിയുന്നുണ്ടായിരുന്നു. ഈ രഹസ്യം അലീന എങ്ങനെ അറിഞ്ഞു? തന്റെ ഭൂതകാലത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിലെ ആ ഒരു കറുത്ത അധ്യായത്തെക്കുറിച്ചൊക്കെ അവൾക്ക് എങ്ങനെ മനസ്സിലായി? ചിന്തകൾ അങ്ങനെ കാട് കയറിയപ്പോ വൈജയന്തിന്റെ ഉള്ളിൽ വല്ലാതെ പുകയുന്നുണ്ടായിരുന്നു. ഇരുട്ടത്ത് ഒരടി വെച്ചിട്ട് ആരോടും ഇങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവള്. ആരോടെങ്കിലും ഇതൊന്ന് തുറന്നു ചോദിക്കാനോ പറയാൻ പറ്റില്ലല്ലോ. ചോദിച്ച സ്വന്തം മന്ദസംഗം ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒതുക്കി വിങ്ങിപ്പൊട്ടാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. പെട്ടെന്നാണ് ആ നിശബ്ദത ഭേദിച്ച് കമലമ്മയുടെ കാൽരൂപം കേട്ടത്. തന്റെ മുണ്ടിന്റെ തുമ്പത്തിരുന്ന് കൊടുത്തിന് മുഖത്ത് വിയർപ്പൊക്കെ തുളച്ച് ഉമ്മറത്തേക്ക് തുള്ളിച്ചാടിക്കൊണ്ടാണ് കമല വരുന്നത്. അവളുടെ മുഖത്ത് എന്തോ വലിയ രഹസ്യം കണ്ടെത്തിയതിന്റെ ആ ഒരു തിടുക്കവും സന്തോഷവും ഉണ്ടായിരുന്നു. കമലമ്മ അങ്ങോട്ടേക്ക് കയറി വന്ന് വൈജയന്തിയുടെ തോളിൽ തട്ടി. അല്ല വൈജയ്, നീ ഇവിടെ ഇങ്ങനെ എരിപ്പ് തുടങ്ങിയാൽ എങ്ങനെയാ? വിവരമൊക്കെ നീ അറിഞ്ഞില്ലേ? വൈജയന്തി ദേഷ്യവും നിരാശയും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. എന്ത് വിവര കമലെടുത്തി? എന്നെ വിളിക്കാൻ അവിടെ ആർക്കാ ഇത്ര നേരം? അവളെ പോലെ ഒരുത്തിയുടെ പിന്നാലെ നടക്കാനല്ലേ എല്ലാവർക്കും സമയമുള്ളൂ. ഞാൻ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി ജീവിച്ചിട്ട് പോലും എനിക്ക് എന്താ അവിടെ വിലയുള്ളത്? അവൾമാർക്കൊന്നും എന്നെ വിളിക്കാനൊന്നും സമയമില്ല. കമല വൈജയന്തിയുടെ അരികിലേക്കിരുന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ പോട്ടെടി, ഞാൻ പറയുന്ന കാര്യം നീ കേൾക്ക്. ആ അലീന ഉണ്ടല്ലോ, അവൾ ആ വീട് വിട്ടു പോയി എന്ന്. ആ നിമിഷം വൈജയന്തി വിശ്വസിക്കാനാവാതെ കണ്ണുകളങ്ങ് മിഴിച്ചു. പോയെന്നോ? കമലടുത്തിയോട് ആരാ ഈ ഒരു കാര്യം പറഞ്ഞത്? അതോ നീ വെറുതെ പറയാണോ? അയ്യോ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? കമലമ്മ ആണയിട്ട് പറഞ്ഞു. നമ്മുടെ രഞ്ജു ബബിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബബിതയാണ് അവളോട് പറഞ്ഞത്. അവൾക്ക് ഭയങ്കര വിഷമമാണെന്നാ രഞ്ജു പറഞ്ഞത്. അവള് പോയപ്പോ പിന്നെ ആ വീട്ടിൽ എല്ലാവരും ആകെ സങ്കടത്തിലാണ്. ഇതുവരെ അവരുടെ മനസ്സ് മടുത്തിരുന്ന വൈജയന്തിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു സന്തോഷത്തിന്റെ അലയുടെയുണ്ടായി. അവൾക്ക് അവിടെ നിന്നും തുള്ളിച്ചാടാൻ തോന്നി. മുഖത്ത് വിരിഞ്ഞ ആ ഒരു ചിരി മറുപടിക്ക് അങ്ങനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടും അവള് പാടുപെട്ടു. സത്യമാണോ കമലെടുത്തി പറയുന്നത്? ഇപ്പോഴാ എന്റെ മനസ്സിനൊന്ന് ആശ്വാസമായത്. ഞാൻ എന്തിനാ വൈജയ് നിന്നോട് കള്ളം പറയുന്നത്? നീ വിചാരിച്ചോ? ഇതിപ്പോ ഏതായാലും നന്നായി. കമലമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്. ഇവൾ ഇവിടെ വന്ന മുതൽ തന്നെ പിറുപിറുത്തവും ദേഷ്യപ്പെടലും മാത്രമേ ഉള്ളൂ. മുത്തശ്ശിക്കും ഇവൾ ഇവിടെ നിൽക്കുന്നത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്നും ഓടിച്ചു വിട്ടാൽ മതിയെന്നായിരുന്നു. കമലമ്മ വൈജയെ നോക്കിയിട്ട് തലയാട്ടി. അതേ വൈജയ്, അലീന പോയ സ്ഥിതിക്ക് ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാമല്ലോ, നിന്റെ മക്കളുടെ അടുത്തേക്ക്. വൈജയന്തി ദീർഘനിശ്വാസം വിട്ടു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ ഞാൻ എത്ര മാസങ്ങളായി കാത്തിരിക്കുന്നത് എന്നറിയോ കമലെടുത്തി? ഇത് വർഷങ്ങളാവുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. എന്തായാലും അവൾക്ക് ആ വീട് വിട്ടു പോകാൻ തോന്നിയല്ലോ, അത് മതി. ഇനി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും. എനിക്ക് എന്റെ മക്കളെ തിരികെ വേണം. അവരെ നോക്കാൻ ഞാനുണ്ടായാലേ മതിയാവുള്ളൂ. പക്ഷേ കമലമ്മയുടെ ഉള്ളിലെ ആ ഒരു കുശുമ്പ് വീണ്ടും അങ്ങ് ഉയർന്നു. അവൾ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. നല്ലതാ വൈജയ്, പക്ഷേ ഒരു കാര്യമുണ്ട്. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്റെ മക്കളൊക്കെ ആ ബാലചന്ദ്രൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. നീ പറയുന്നതൊന്നും അവരൊട്ടും നിന്നെ അനുസരിക്കില്ല. നീ ഇങ്ങനെ വയ്യാതെ ഇവിടെ കിടക്കുമ്പോ അവരിൽ ആരെങ്കിലും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. ഈ അലീന ഇപ്പൊ പോയെന്ന് കരുതിയിട്ട് നീ ഒരുപാടങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. അവൾ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് തിരികെ വരാൻ തോന്നും. അവൾ തിരിച്ചു വന്നാൽ പിന്നെ നിന്റെ ഭർത്താവും മക്കളൊക്കെ അവളുടെ രണ്ടും കൈ നീട്ടിയിട്ട് അവരങ്ങ് സ്വീകരിക്കും. അത് നീ ഓർത്തേക്കണം. വൈജയന്തിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് കറുത്തു. അവളുടെ ഉള്ളിലെ വാശി വീണ്ടും അങ്ങ് ഉണർന്നു. അവൾ ഇനി തിരിച്ചു വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല കമലെടുത്തി. ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പടി കിടന്ന് ഒരിക്കലും അവൾ ആ വീട്ടിലേക്ക് കയറി വരില്ല. വൈജയന്തി ആരാണെന്നൊക്കെ അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കമലമ്മ ചിരിച്ചുകൊണ്ട് അവളെ പ്രോത്സാഹിപ്പിച്ചു. അതെ, അതാ എനിക്ക് കേൾക്കേണ്ടത്. നമ്മുടെ ഭർത്താക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കണം. നമ്മൾ വിളിക്കുന്ന ആ വിലക്ക് അവൾക്ക് വരണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നീ ബാലചന്ദ്രന്റെ മനസ്സ് മാറ്റിയെടുക്കണം. ആ ഒരുമ്പട്ടവൾ ഇനി ആ വീട്ടിലേക്ക് കയറാതെ നീ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം കമലെടുത്തി. ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വൈജയന്തി ഉറച്ച തീരുമാനത്തോടുകൂടെ പറഞ്ഞു. കമലമ്മ ഉള്ളിലിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ തിരി കൊളുത്തി കഴിഞ്ഞ സന്തോഷമായിരുന്നു കമലക്ക്. കമല പോയ ഉടനെ തന്നെ വൈജയന്തി ഒട്ടും സമയം കളയാതെ തന്റെ മുറിയിലേക്ക് ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് അവൾക്ക് ആ സന്തോഷ വാർത്ത തന്റെ മക്കളായ ബബയിൽ നിന്ന് നേരിട്ട് കേൾക്കണമായിരുന്നു. അതേസമയം ബാലചന്ദ്രന്റെ വീട്ടിൽ അന്തരീക്ഷം വളരെ ശാന്തവും സങ്കടവും നിറഞ്ഞു നിന്നായിരുന്നു. അലീന പോയത് ആ വീട്ടിലെ ഓരോ കോണിലും നിശബ്ദമാക്കി കളഞ്ഞു. ബബിത തന്റെ മുറിയിൽ കട്ടിലിരുന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടിക്കരയായിരുന്നു. അലീന ചേച്ചി പോയതോടുകൂടെ ആ വീടിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടതുപോലത്തേക്ക് അവർക്ക് തോന്നി. ആ സമയത്താണ് അവളുടെ ഫോണ് ശബ്ദിച്ചു നോക്കുമ്പോൾ അമ്മയെ വിളിക്കുന്നത്. ഈ സങ്കടത്തിന്റെ അമ്മയുടെ വിളി അവൾ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവൾ ദേഷ്യത്തോടു കൂടെ ഫോൺ എടുക്കാണ്. എന്തമ്മേ, അമ്മ എന്തിനെങ്ങനെ വിളിച്ചത്? ബബിതയുടെ ശബ്ദത്തിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. വൈജയന്തി ഫോണിന്റെ മറുതലക്കിൽ നിന്ന് പരിഹാസത്തോട് ചോദിച്ചു. എന്താടി മോളെ നിനക്കൊരു സന്തോഷമില്ലാത്ത മട്ട്?
ഞാൻ വിളിച്ചപ്പോ നിനക്ക് അത്രമാത്രം അങ്ങ് ദേഷ്യം വരുന്നുണ്ടോ? അമ്മക്ക് എന്നോട് വഴക്കിടാൻ വേണ്ടി മാത്രമാണല്ലോ അമ്മയെ വിളിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ വേഗം പറ എന്ന് ബബിത പറഞ്ഞു. ഓ, അപ്പോ നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? ഞാൻ ഒരിക്കലും നിന്നോട് നല്ലത് സംസാരിച്ച് എപ്പോഴെങ്കിലും നിന്നോട് നല്ലത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് നീ ചോദിക്കുകയായിരിക്കും അല്ലേടി? അലീന പോയെന്നറിഞ്ഞു. അപ്പോ അതിന്റെ സങ്കടത്തിലായിരിക്കും നീയും നിന്റെ അനുജത്തെയൊക്കെ അല്ലേ? വൈജയന്തി ചോദിച്ചു. ബബിതയുടെ നെഞ്ചിൽ ദേഷ്യം അങ്ങ് ആളിക്കത്തി. അമ്മ ഇനിയും ചേച്ചിയെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു വരരുത്. അലീന ചേച്ചി അമ്മക്ക് എന്ത് ദ്രോഹ ചെയ്തത്? ഞങ്ങൾ രോഹിത്തും ഞാനും കൂടി അങ്ങോട്ടേക്ക് വന്ന് അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിച്ചതല്ലേ? അപ്പോ അമ്മ വന്നില്ലല്ലോ. അലീന ചേച്ചി ഇവിടെ ഉള്ളപ്പോ എന്തൊരു സമാധാനമായിരുന്നു ഈ വീട്ടില്. ചേച്ചി പോയപ്പോ അമ്മക്കിപ്പൊ സന്തോഷമായി കാണുമല്ലേ? വൈജയന്തി ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു. അതെടി, എനിക്ക് നല്ല സന്തോഷ സമാധാനമുണ്ട്. അത് നീ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ പിശാചി വീട് വിട്ടു പോയല്ലേ, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. ഇനി എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് വരാലോ. ബബിതയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൾക്ക് തന്റെ അമ്മയുടെ ക്രൂരതയിൽ വല്ലാത്ത വെറുപ്പ് തോന്നാണ്. അമ്മക്ക് സന്തോഷമായല്ലോ അല്ലേ? അമ്മക്ക് ഇനി ഇങ്ങോട്ടേക്ക് പോരെ. പക്ഷേ ഒന്നുറപ്പിച്ചു വെച്ചോ, ആ പാവം അലീന ചേച്ചി അമ്മ കാരണം കൂടിയാണ് ഈ വീട് വിട്ടു പോവേണ്ടി വന്നത്. അതിനുള്ള ശിക്ഷ അമ്മക്ക് ദൈവത്തിന്റെ കോടതിയിൽ നിന്നും എന്തായാലും കിട്ടും, തീർച്ച. വൈജയന്തിന്റെ ശബ്ദമുയർന്നു. എടി, അവളെ ഞാനൊന്നല്ല അവിടെ നിന്നും പറഞ്ഞു വിട്ടത്. അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? ഞാൻ അവളെ എത്ര വട്ടം ഇവിടെ നിന്നും ഇറക്കി വിട്ടു. എന്നിട്ട് പോലും അവളിവിടെ അട്ടയെ പോലെ അങ്ങ് പറ്റിപ്പിടിച്ച് കിടക്കുമായിരുന്നില്ലേ? ഇപ്പോഴാണ് അവൾക്കൊരു ബുദ്ധി ഉദിച്ചത്. അതേതായാലും നന്നായി. ബബിതയ്ക്ക് ഇനി അമ്മയോട് സംസാരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അമ്മയോട് സംസാരിക്കാൻ ഇനി ഒട്ടും താല്പര്യമില്ല അമ്മേ. എപ്പോ വിളിച്ചാലും ഇത് തന്നെ അമ്മക്ക് പറയാനുള്ളൂ. അവൾ ദേഷ്യത്തോട് പറഞ്ഞങ്ങ് ഫോണ് കട്ട് ചെയ്തു. ദേഷ്യം സഹിക്കാനാവാതെ അവൾ ഫോണെടുത്ത് നേരെ കട്ടിലേക്ക് അങ്ങ് വലിച്ചെറിയാണ്. മറുതൽക്കൽ വൈജയന്തി ഹലോ ഹലോ എന്ന് വിളിച്ചുവെങ്കിലും കോളൊക്കെ കട്ടായിരുന്നു. അവൾ ഫോണിലേക്ക് നോക്കി ദേഷ്യത്തോടു കൂടെ പല്ലിറുമി. എന്റെ സ്വന്തം മക്കളെ പോലെ അവൾ ഇങ്ങനെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. അവൾ അങ്ങോട്ടേക്ക് മയക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഏതായാലും വിട്ടുകൊടുക്കില്ല. ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് പോവും. പതിയെ പതിയെ എല്ലാവരും എനിക്ക് അനുകൂലമാക്കണം. വൈജയന്തി തന്റെ പ്രതികാരം ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം തന്റെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വൈജയന്തി സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി കട്ടിലിങ്ങനെ കിടക്കുമായിരുന്നു. മുറിയിൽ പഴയ മരുന്നുകളുടെയും തൈലത്തിന്റെയൊക്കെ ഒരു മണം പടർന്നു കിടന്നിരുന്നു. മുത്തശ്ശിയുടെ മുഖത്ത് വല്ലാത്ത വാടിയ ഭാവമായിരുന്നു. വൈജയന്തി വാതിൽ തുറന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി. അമ്മേ, ഞാൻ നാളെ വീട്ടിലേക്ക് തിരികെ പോവാണ്. മുത്തശ്ശി പതുക്കെന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണിൽ വൈജയന്തിയോടുള്ള നീരസം വ്യക്തമായിരുന്നു. എന്താ വൈജയന്തി ഈ പറയുന്നത്? അലീന പോയപ്പോഴേക്കും നീക്ക് അവിടെ നിന്നും പോവാൻ തോന്നി, ഇവിടെ നിന്നും നിനക്ക് പോവാൻ തോന്നിയോ? അതേ അമ്മേ, അവൾ പോയ സ്ഥിതിക്ക് ഇനി എനിക്ക് ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാലോ. അതുകൊണ്ട് ഞാൻ നാളെ തന്നെ ഇവിടെ നിന്നും പോവാണ്, വൈജയന്തി അഭിമാനത്തോടെ പറഞ്ഞു. മുത്തശ്ശി ഒരു ദീർഘനിശ്വാസത്തോടെ കട്ടിൽ നിന്നും എഴുന്നേറ്റു. എന്തിനാ മോളെ നീ ഈ അഹങ്കാരം കാണിക്കുന്നത്? അതിന്റെയൊക്കെ വലിയ ആവശ്യം നിനക്കുണ്ടോ? അവളൊരു പാവം പെങ്കൊച്ചല്ലേ. അവൾ ആ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നില്ലേ? എന്നെ ഈ അവസ്ഥയിൽ നോക്കാൻ അവളല്ലാതെ വേറെ ആരാ ഉണ്ടായത്? അവളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ഞാൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ എന്നെ നോക്കാൻ അവളല്ലാതെ നിന്റെ മക്കളാരും തന്നെ വന്നോ? ഇല്ലല്ലോ. അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് ഉണ്ടാവുമായിരുന്നില്ല. വൈജയന്തിക്ക് മുത്തശ്ശിയുടെ ഈ ഒരു സംസാരം ഒട്ടും തന്നെ സഹിച്ചില്ല. അവൾ ദേഷ്യത്തോടു കൂടെ തന്നെ കൈകൾ ഇങ്ങനെ കെട്ടിപ്പറഞ്ഞു. ഓ, അമ്മയോട് ഞാനൊരു കാര്യം പറയാൻ വന്നപ്പോഴേക്കും അമ്മ അവളുടെ പുണ്യപ്രവൃത്തികൾ ഇങ്ങനെ പാടുവാണല്ലോ. അവൾക്ക് എന്തോ മന്ത്രവാദിക്ക് അറിയാം. എല്ലാവരും അവളിങ്ങനെ അവളുടെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. മുത്തശ്ശിയുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗൗരവമുള്ളതായി മാറി. വൈജയ്, അവളൊരു മന്ത്രവാദിയൊന്നുമല്ല. അവൾക്ക് എല്ലാവരോടും ഉള്ളത് ശുദ്ധമായ സ്നേഹം മാത്രമാണ്. അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. അതാണ് നിന്റെ ഏറ്റവും വലിയ തെറ്റ്. എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ അങ്ങതും കയറിയില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മുത്തശ്ശി ദേഷ്യത്തോട് പറഞ്ഞ് മുഖം തിരിച്ചു കിടന്നു. വൈജയന്തി അവിടെ നിന്നും ദേഷ്യത്തോട് തന്നെ പിറുപിറുത്തുകൊണ്ട് ഇറങ്ങി പോവാണ്. അവൾക്ക് മുത്തശ്ശിയുടെ ആ ഒരു വാക്കുകൾ വലിയൊരു അപമാനമായി തന്നെ തോന്നി. എങ്കിലും തന്റെ തീരുമാനങ്ങളിൽ നിന്നും മാറാൻ തന്നെ അവൾ തയ്യാറല്ലായിരുന്നു. ഇതേ സമയം മലയോര പാതയിലൂടെ ബാലചന്ദ്രന്റെ കാറ് പതുക്കെ മുന്നോട്ട് പോവായിരുന്നു. പുറത്ത് ആകാശം ഇങ്ങനെ കറുത്തിരുണ്ടു. ഏത് നിമിഷവും മഴ പെയ്യാവുന്ന രീതിയിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറിനുള്ളിൽ വല്ലാത്ത നിശബ്ദത തളം കെട്ടി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ബാലചന്ദ്രന്റെ മനസ്സ് അത്രമേൽ സങ്കടത്തിലായിരുന്നു. അലീന അവളുടെ സ്വന്തം വഴിയിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളം വിങ്ങിപ്പൊട്ടി. സ്വന്തം മകളാണെങ്കിലും സ്നേഹത്തോടെയാണ് അദ്ദേഹം അലീനയെ വളർത്തിയത്. അവളും അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കുകളിൽ അത്രമേൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു. സ്റ്റാൻലി ജോസഫ് പോലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലേന്ദ്ര, നീ അവൾക്ക് നൽകിയ ആ ഒരു സ്നേഹം ഒരിക്കലും അവൾക്ക് എന്നിൽ നിന്നും കിട്ടില്ല എന്ന്. യാത്രാമധ്യേ അവർ ഒരു ചെറിയ തട്ടുകളിൽ കയറി ആഹാരം കഴിച്ചുവെങ്കിലും അലീനയുടെ മുഖത്ത് യാതൊരുവിധ പ്രസന്നതയും ഉണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിലെ ആശങ്കകൾ അവളുടെ മുഖത്തെല്ലാം വ്യക്തമായിരുന്നു. അവർ വീണ്ടും കാറിൽ അങ്ങനെ യാത്ര തുടർന്നു. റോഡിലെ വളവും തിരിവും എല്ലാം കടന്നു പോകുമ്പോൾ അലീന പുറത്തെ മരങ്ങളിലേക്കും മലകളിലേക്കും അങ്ങനെ കണ്ണു നട്ടിരുന്നു. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോ
അലീന പതുക്കെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു. ഇനിയും ഒരുപാട് ദൂരമുണ്ടോ അച്ഛാ നമ്മൾക്ക് പോവാൻ? ബാലചന്ദ്രൻ പതുക്കെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ടുമോളെ, വളവും തിരിവുമൊക്കെ കടന്ന് ഒരുപാട് വേണം പോവാനെത്താൻ. അലീന വീണ്ടും കുറച്ചു സമയം മിണ്ടാതിരുന്നു. പിന്നീട് അവൾ തന്റെ മനസ്സിലുള്ള കുറെ നേരമായി കിടക്കുന്ന ആ ഒരു സംശയം അങ്ങ് ചോദിക്കണേ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കോട്ടെ? അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ നമ്മളെങ്ങോട്ടേക്കായി പോകുന്നത് എന്ന്. കുളത്തുപുഴയിലേക്കാണെന്ന് മാത്രം പറഞ്ഞു. അവിടെ എനിക്ക് ആരാ ഉള്ളത്? എനിക്കവിടെ എന്താ ജോലി? അടുക്കള ജോലിയാണോ അതോ പുറം ജോലിയാണോ? എന്താണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണച്ചാ. ബാലചന്ദ്രന്റെ ഹൃദയത്തിൽ ആ ഒരു വാക്കുകൾ ഒരു കുന്തം പോലെ അങ്ങ് തറച്ചു കയറി. അവൾ വിചാരിക്കുന്നത് അവളെ എവിടെയോ വേലക്കാരിയാക്കി കൊണ്ടുവിടാനാണെന്നാണ്. അദ്ദേഹം വണ്ടി പതുക്കെ റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് കാറിന്റെ എഞ്ചിനങ്ങ് ഓഫാക്കിയപ്പോ ആ വിജനമായ പാതയുടെ കാറിന്റെ ശബ്ദം മാത്രം കേട്ടു. മോളെ, നീ വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങി, ബാലചന്ദ്രൻ ശാന്തമായി പറഞ്ഞു. അലീന അത്ഭുതത്തോടുകൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങി. ബാലേന്ദ്രനും അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. അവളുടെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം തോന്നി. എന്താച്ചാ, അച്ഛന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അച്ഛനോട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അലീന ചോദിച്ചു. ഉണ്ടുമോളെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ബാലചന്ദ്രനെ തോളുകങ്ങ് താഴ്ത്തി സങ്കടത്തോടെ പറഞ്ഞു. അലീന പതുക്കെ നിന്ന് ചിരിച്ചു. അച്ഛൻ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ അച്ഛാ. അച്ഛന് വിഷമമുള്ള കാര്യമാണെങ്കിൽ പറയണമെന്നില്ല. ഞാൻ ഏത് ജോലിയും ചെയ്തോളാം. ബാലചന്ദ്രൻ കണ്ണുനീർ നിറഞ്ഞു. അതൊന്നുമല്ല മോളെ, നീ എന്നോട് ചോദിച്ചില്ലേ നമ്മളെങ്ങോട്ടേക്കാ പോകുന്നത് എന്ന്? കുളത്തൂപ്പുഴയിൽ അച്ഛന് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്കാ നിന്നെ ഞാൻ കൊണ്ടുവിടുന്നത്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? നിന്നെ ഞാൻ ഒരു അത്ഭുത ലോകത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന്. അവിടെ നീ ഒരു രാജ്ഞിയെ പോലെ ജീവിക്കുമെന്ന്. നീ അത് വിശ്വസിച്ചില്ലല്ലോ. അലീന പതുക്കെ തഴുതാത്തി. അതൊക്കെ അച്ഛന്റെ ഓരോ സങ്കല്പങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാ ഞാൻ വിശ്വസിക്കാതിരുന്നതും. ബാലചന്ദ്രൻ അലീനയുടെ കൈകൾ ഇങ്ങനെ പതുക്കെ പിടിച്ചു. അദ്ദേഹത്തിന്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. അല്ല മോളെ, അത് വെറും സങ്കല്പമല്ല. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് നിന്റെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാണ്. ആ വാക്ക് കേട്ടപ്പോ അലീന ഒരു നിമിഷം അങ്ങ് ഞെട്ടിത്തെറിച്ചു പോയി. അവളുടെ കാതുകളിൽ ആ ശബ്ദം വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. സ്വന്തം അച്ഛന്റെ അടുത്തേക്കോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അതേ മോളെ, നിന്റെ സ്വന്തം അച്ഛൻ സ്റ്റാൻലി ജോസഫ്. ബാലചന്ദ്രൻ അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അലീനയുടെ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞിരുന്നു. അവൾ വിതുമ്പലോട് ചോദിച്ചു. സ്റ്റാൻലി ജോസഫോ? അച്ഛാ, ഞാൻ എന്റെ സ്വന്തം അച്ഛനെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അയാൾക്ക് ഞാൻ മകളാണെന്നറിയാമോ? എന്നെ കണ്ട അയാൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? എന്നെ അയാൾക്ക് ആവശ്യമുണ്ടോ? അവളുടെ 100 ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ബാലചന്ദ്രൻ അവളുടെ തലയിൽ ഇങ്ങനെ പതുക്കെ തലോടി. അയാൾക്ക് എല്ലാം അറിയാമോളെ. അയാൾ നിന്നെ ഇതിനോടകം തന്നെ കണ്ടിട്ടുമുണ്ട്. അലീനയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. കണ്ടിട്ടുണ്ടെന്നോ? എവിടെ വെച്ച്? എപ്പോഴാണ് ഞാൻ എന്റെ അച്ഛനെ കണ്ടത്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. അതെല്ലാം വഴിയെന്ന് എനിക്ക് മനസ്സിലായിക്കോളും പോലെ നിന്നെ വെറുതെ ഒരിടത്തേക്ക് തള്ളിവിടാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ. നീ എന്റെ സ്വന്തം മകളാണ്. അതുകൊണ്ട് എന്നേക്കാൾ നന്നായി നിന്നെ നോക്കാൻ കഴിയുന്ന ഒരാളുടെ കൈകളിലേക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചു പോയതും കണ്ടെത്തിയതും. ഇനി നിന്റെ ജീവിതം അവിടെയാണ്. ബാലചന്ദ്രന്റെ വാക്കുകളിൽ ഉറപ്പും അതേസമയം ഒരു പിതാവിന്റെ വിരഹ ദുഃഖവും ഉണ്ടായിരുന്നു. അലീനക്കാണെങ്കിൽ എന്തു പറയണമെന്ന് പോലും അറിയില്ല. അവളുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടി വന്നു. താൻ ഇന്നുവരെ കാണാത്ത എന്ന സ്വന്തം അച്ഛനായ ഒരാളുടെ അടുത്തേക്ക് താൻ പോവുകയാണെന്ന യാഥാർത്ഥ്യം അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ആകെ അന്താളിപ്പോടു കൂടി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.